വളരെ ശാന്തവും സുന്ദരവുമായി തുടങ്ങുന്ന പ്രഭാതത്തിൽ ഓരോരുത്തരുടെയും തലയിൽ 1000 കാര്യങ്ങളാണല്ലേ. പല പല കാര്യങ്ങൾക്കിടയിൽ ഒരു ദിവസത്തെ ചില കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. രാവിലെ ഭാനുവിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മുന്നിലും പിറകിലുമായിട്ട് ഞാനും ചിത്തേട്ടനും ഇറങ്ങും. ഇന്ന് നിങ്ങളുടെ യാത്ര എൻ്റെ കൂടാണ് ക്ലിനിക്കിലേക്ക്. വരുന്നുണ്ടോ? എങ്കിൽ വന്നോളൂ. ഒരു കാര്യം പറയട്ടെ, ക്ലിനിക്കിലേക്കുള്ള യാത്രയിലെ ഓരോ ദിവസത്തെ കാഴ്ചകളും ക്ലിനിക്കിലെ കാഴ്ചകളും വ്യത്യസ്തമാണ്. എന്താണ് ക്ലിനിക്കിലെ വിശേഷങ്ങൾ കാണിക്കാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളുമായിട്ടാണ് ഓരോരുത്തരും ക്ലിനിക്കിലെ പടി കയറുന്നത്. അതുകൊണ്ട് ക്ലിനിക്കിലെ മുഴുവൻ ചിത്രവും ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരില്ല കേട്ടോ. അങ്ങനെ അടൂരും നെല്ലിമുകളും കടമ്പനാടും ഏഴാമയിലും ഒക്കെ കഴിഞ്ഞ് ക്ലിനിക്കെത്തി. ക്ലിനിക്കിലെ പരിശോധന സമയം 9 മണി മുതൽ 5 മണി വരെയാണെങ്കിലും ഉഴിച്ചിൽ മുതലായ പൂർവ്വകർമ്മങ്ങളും പഞ്ചകർമ്മങ്ങളും അതുപോലെ പ്രസവരക്ഷാ ചികിത്സകളും ഒക്കെ അതിനു മുമ്പേ തുടങ്ങാറുണ്ട്. പൊതുവെ അധികം ആൾക്കാരെ കാത്തിരിപ്പിക്കാതെ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ കൊടുക്കുകയാണ് പതിവ്. ഇനി ക്ലിനിക്കിന് തൊട്ടു മുമ്പിലാണ് ശാസ്താനട ശ്രീധർമ്മ ശാസ്താക്ഷേത്രം. അത്യാവശ്യ ഔഷധ ചെടികളൊക്കെ ക്ലിനിക്കിൽ തന്നെയുണ്ട്. ക്ലിനിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി സ്വീകരിക്കുന്ന ആരൊക്കെയാണെന്നറിയുമോ? കുറെ മണങ്ങളാണ്. ഉരുക്കൊളിച്ചെണ്ണയുടെയും ഹെയർ ഓയിലിൻ്റെയും മുടിതൈലത്തിൻ്റെയും ഒക്കെ മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ പ്രാർത്ഥനകളോടെ ക്ലിനിക്കിലെ ഒരു ദിവസം തുടങ്ങിയാണ് കേട്ടോ. ഇനി എല്ലാവരും തിരക്കിലാണ്. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലാണ്. ഇലക്കിഴി ഉണ്ടാക്കുന്നതിനും എണ്ണ കാച്ചുന്നതിനും കഷായധാരയ്ക്കും അങ്ങനെ ഇങ്ങനെ ചാർട്ടുകൾ അനുസരിച്ച് മരുന്നുകൾ മാറ്റിവെക്കുകയാണ്. സ്റ്റോക്ക് വന്നതിനനുസരിച്ച് അടുക്കി വെക്കുന്നതിന്റെ തിരക്കിലാണ് മറ്റു ചിലർ. പ്രതീക്ഷിക്കാതെ ഇരച്ചാർത്ത് പെയ്യുന്ന ഒരു മഴയും. മഴയുടെ താളത്തിൽ കഷായധാരയും തൈലധാരയും അങ്ങനെ മുറ പോലെ ഓരോരോ ക്രമങ്ങൾ. ഇവിടെ ഇരുന്നാണ് കേട്ടോ ഞാൻ രോഗികളെ പരിശോധിക്കുന്നത്. എൻ്റെ അരികിലുള്ളത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ചിത്രമാണ് കേട്ടോ. രണ്ടുപേരും ഇപ്പോഴില്ല. ഇനി OPയുടെ കാര്യം പറഞ്ഞാൽ 100 ആശങ്കകളും ആകുലതകളും സന്തോഷവും കണ്ണീരും ആശ്വാസവും ഒക്കെ കാണുന്ന സ്ഥലമാണ് OP. ചിലർക്ക് മുടികൊഴിച്ചിലും താരനും ഒക്കെയാണ് പ്രശ്നമെങ്കിൽ മറ്റു ചിലർക്ക് മുട്ടിനും നടുവിനും ഒക്കെയാണ് പ്രശ്നം. വിട്ടുമാറാത്ത തലകറക്കവും തലവേദനയും അങ്ങനെ 100 വിഷമങ്ങൾ, ആകുലതകൾ. ഓരോ ദിവസവും മിണ്ടിയും പറഞ്ഞും ഒരു കുടുംബാംഗം പോലെ ആകുന്നവരുമുണ്ട്. ഞാൻ MDക്ക് ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെമിനാറിൽ ഉയർന്നൊരു ക്വസ്റ്റ്യനുണ്ട്. എങ്ങനെയാണ് ഒരു ആയുർവേദ ഡോക്ടർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഈ കാലത്ത് എല്ലാം ഒരുമിച്ച് ചികിത്സിക്കുന്നതെന്ന്? ജീവന്റെ സമതാളവും വ്യത്യാസവും എങ്ങനെ പഞ്ചമഹാഭൂതത്തിലും ത്രിദോഷത്തിലും ലയിച്ചിരിക്കുന്നു എന്ന് അന്ന് പഠിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത്. അത് ആവർത്തിച്ച് മനസ്സിലേക്ക് കയറുന്നത് കടന്നു വരുന്ന ഓരോ രോഗികളിലൂടെയാണെന്നതും സംശയമില്ല. അങ്ങനെ OPയിലും ട്രീറ്റ്മെന്റ് റൂമിലും മാറി മാറി നടന്ന് സമയം 12:30ആയി. അതിനിടയിൽ ഒരു സമാശ്വാസത്തിന് അമ്പലപ്പായസം. വേദൂളി കഴിഞ്ഞ് അമ്മ കഞ്ഞി കുടിക്കുമ്പോൾ അമ്മമ്മയും കുഞ്ഞും സുഖമായി ഉറക്കായി. OPയുടെ തിരക്കിനിടയിൽ കാത്തിരുന്ന റപ്പമാരെയോടെ കണ്ടിട്ട് ഞാൻ കഞ്ഞിക്കിറ്റ് ഒരുക്കുന്നിടത്തേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. ഓരോ ധാന്യങ്ങളും വെവ്വേറെ കഴുകി വളരെ സൂക്ഷിച്ച് വൃത്തിയായി പാക്ക് ചെയ്ത് ഓരോന്നും ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. കർക്കിടകം പ്രമാണിച്ചാണ് ഈ കഞ്ഞിക്കിറ്റ്. കർക്കിടകത്തിന് ചികിത്സയ്ക്ക് വരുന്നവർക്ക് കഞ്ഞിയും ക്ലിനിക്കിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നിർമ്മാണ വിധിയും. ആയുർവേദത്തിൽ പറയുന്ന മഹാമരുന്ന് ഏതാണെന്നറിയുമോ? അത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ഭക്ഷണവും ആരോഗ്യവും വ്യായാമവും നിത്യാഹാര വിഹാരങ്ങളിലെ തിരുത്തലുകളും അങ്ങനെ ഓരോ ദിവസവും സഞ്ചരിക്കുന്ന മേഖലകളിലും വൈവിധ്യമുണ്ട് എന്നതാണ് പ്രത്യേകത. ഏതായാലും ഉച്ചയൂണിന് സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. 2:45. ഇനി വീട്ടിലെത്തിയപ്പോൾ പാട്ടുപാടലും റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് ഡാഡിക്കൂളും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ക്ലിനിക്ക് നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അമ്മയും അച്ഛനെയും ദിവസവും കാണാം എന്നതും ഒരു ആശ്വാസമാണ് കേട്ടോ. മാത്രമല്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണവും കഴിക്കാം. അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശല്യപ്പെടുത്തിയില്ല. ഞാനും അച്ഛനും ഒരുമിച്ചായി ഭക്ഷണം. പിന്നെ വീണ്ടും തിരികെ ക്ലിനിക്കിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമുള്ള OPക്ക് ശേഷം ഇനിയൊരു ഹോം വിസിറ്റ് കൂടിയുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇനി അടുത്തത്. വീടുകളിലെ പ്രസവരക്ഷാ ചികിത്സയുടെ ഭാഗമായിട്ട് ആദ്യ ദിന സന്ദർശനമാണ്. പ്രസവരക്ഷയ്ക്ക് ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായ അവസ്ഥ അനുസരിച്ചാണ് ചികിത്സ. ക്ലിനിക്കിൽ തന്നെ വന്നു ചെയ്യുന്ന പ്രസവരക്ഷയ്ക്കാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിലും
വാഹന സൗകര്യക്കുറവുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് 10 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വീടുകളിലും ചെയ്തു കൊടുക്കാറുണ്ട്. ഗർഭകാലം മുതൽ തന്നെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളും മാനസിക വ്യാപാരങ്ങളിലെ വ്യത്യാസങ്ങളും ഒക്കെ കണ്ട് പകച്ചു നിൽക്കുന്ന അമ്മമാർക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസമാണ് പ്രസവരക്ഷ. പ്രസവരക്ഷയിലും ഓരോ വ്യക്തിയുടെയും ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള എല്ലാ സാധനങ്ങളും സസൂക്ഷ്മം എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇനി ഹോം വിസിറ്റിന് പോവുകയാണ്. അമ്മയുടെ പ്രസവരക്ഷയ്ക്കായിട്ടുള്ള ബെഡാണ് ആദ്യമായി കൊണ്ടുപോകുന്നത്. അത് സുരക്ഷിതമായിട്ട് കാറിൽ വെച്ചതിന് ശേഷം ഓരോരോ സാധനങ്ങളായിട്ട് എല്ലാവരും പറക്കി വെച്ചു. ഞങ്ങൾ 4 സംഘം അങ്ങനെ പുറപ്പെടുകയാണ്. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ട് വന്നുകൊണ്ട് വീടൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തി. പ്രസവരക്ഷയുടെ തലേന്ന് തന്നെ വേദവെള്ളം നന്നായി തിളപ്പിച്ചിടും. ഇലകളുടെയും പട്ടകളുടെയൊക്കെ ഗുണം നന്നായി വെന്തിറങ്ങാൻ വേണ്ടിയിട്ടാണത്. ബെഡൊക്കെ യഥാസ്ഥാനം വെച്ചു, മരുന്നുകളും യഥാസ്ഥാനം വെച്ചു. അമ്മയെ കണ്ട് സ്റ്റിച്ചെല്ലാം പരിശോധിച്ച് കേസെല്ലാം എടുത്തതിന് ശേഷം ഇന്നത്തെ ഡ്യൂട്ടിയെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളും വീടുകളിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ പഠനത്തിന്റെ ഇടവേള എടുത്ത് അനിയൻ മസിലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടീൻ അത്ര പോരത്രേ. എന്നാൽ അതിനൊരു പരിഹാരമാകാം. ചിക്കൻ വാങ്ങിക്കാനായി അടുത്ത യാത്ര. ചിക്കൻ കഴിക്കാത്ത എന്നെ സഹായിയാക്കി ചിക്കൻ കടയിലേക്ക് പോവുകയാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഒരു ചിക്കൻ വാങ്ങിക്കാൻ പോവാണ്. ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ചിക്കൻ എവിടെ നിന്നാണെന്ന് അറിയുമോ? 7 മൈൽ കുറിയിൽ തൊട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോവാണ്. അങ്ങനെ ചിക്കനൊക്കെ അവന് വാങ്ങിക്കൊടുത്ത് ഇല്ല, അവൻ തന്നെ വാങ്ങിക്കുന്ന കണ്ട് സന്തോഷിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരികെ വീട്ടിലെത്തി. എടുക്കാൻ പോകണ്ടേ? ചക്ക കിട്ടിയോ? ഇനി ഒരു ചക്ക അസൈൻമെന്റ് കൂടെ ഉണ്ടായിരുന്നു, പറമ്പിൽ നിന്ന് അമ്മയുടെ കൂടെ പോയി എടുക്കാൻ. അതേതായാലും ക്യാൻസൽ ആയതിന്റെ സന്തോഷത്തിൽ വേഗം തന്നെ വീട്ടിലേക്ക് തിരികെയാണ് ഞാൻ. യാത്ര പറഞ്ഞ് അനിയനും പഠനമുറിയിലേക്ക് കയറുകയാണ്. അതിനു മുമ്പ് മാളും കുൽസും എവിടെ പോയെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? കൊച്ചനേവിയിലെ പ്രൊമോഷൻ പരീക്ഷ കുത്തിയിരുന്ന് പഠിച്ചാൽ തന്നെയും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാളുവിനെയും കുൽസുവിനെയും ഒക്കെ ഓടിച്ച് ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ് പാവം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാളുവും കുൽസുവും വിസിറ്റ് ചെയ്ത് പോകാറുണ്ട്. കൂടാതെ മാളുവിന്റെ പുതിയ സംരംഭം ഗുൽനൂറിന്റെ തയ്യാറെടുപ്പിലുമാണ്. അങ്ങനെ മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാനൊക്കെ ഭീഷണിപ്പെടുത്തി നാളെ കാണാവുന്ന യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ വാങ്ങിപ്പും ഹോം വിസിറ്റും എല്ലാം കഴിഞ്ഞ് സന്ധ്യയോടെടുത്തു വീട്ടിൽ നിന്നിറങ്ങാൻ. പിന്നെ അവൻ വീട്ടിലുള്ളപ്പോൾ പഠനത്തിനിടയ്ക്ക് വിശ്രമമൊക്കെ എടുത്തൊന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ തിരികെ യാത്രയ്ക്ക് പോകാറുള്ളത്. പോകുന്ന വഴിയിൽ ആരാണ് കൂട്ടുകാരെന്നറിയോ? കുറേയേറെ ചിന്തകളാണ്. വൈകിട്ടത്തെ ഭാനുവിൻ്റെ ഭക്ഷണം, ഇന്ന് ക്ലിനിക്കിൽ നടന്ന കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ നാളത്തെ ചികിത്സാക്രമങ്ങൾ, അങ്ങനെ